ഗുരുജി നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. പലരും കേട്ടിട്ടുണ്ട്, പലരും അതിൽ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോകുന്നുണ്ട്, പലരും അത് വളരെ ലാഘവത്തോടെ വിടുന്നുണ്ട്. അതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ, ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അതിൽ ചിലവർ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലത്തെ കർമ്മഫലമാണ് നമ്മൾ ഈ ജന്മത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ പല ഗുരുക്കന്മാരുണ്ട്. അതായത് നമ്മൾ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കഴിഞ്ഞ ജന്മത്ത് നമ്മുടെ പാവങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുക, കഴിഞ്ഞ ജന്മത്ത് നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടുള്ള ദോഷ കാര്യങ്ങൾ, ഈ ജന്മത്തിന്റെ ദോഷകാര്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക. പല പൂജകളുണ്ട് ഇത്ര അതിന്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജന്മത്തെ ഇത് കുറയോ? അങ്ങനത്തെ ഒരു സംഗതി ശരിക്കും ഉണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഇതും അല്ലാതെ അടുത്ത ജന്മം എന്ന് പറഞ്ഞൊരു സംഗതി ശരിക്കും ഉണ്ടോ? ഇതൊക്കെയാണ് എൻ്റെ സംശയം. അതിനെക്കുറിച്ചൊന്ന് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇതേ ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും ബ്രഹ്മലോകത്ത് വരുന്ന ഭക്തർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കെല്ലാം മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഒക്കെ അതൊന്നും റെക്കോർഡ് ചെയ്ത് കാണത്തില്ല, പക്ഷെങ്കിൽ ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു സംശയമാണത്, എപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. അതെ, പുനർജന്മം ഉണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം. എൻ്റെ വിശ്വാസത്തിൽ, എനിക്ക് കിട്ടിയ അറിവിൽ പുനർജന്മം ഉണ്ട്. അതായത് ഞാൻ ഒരു ഉദാഹരണത്തോടുകൂടി തുടങ്ങാം. നമ്മുടെ ഈ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ നിമിഷത്തിൻ്റെ തുടർച്ചയല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ അടുത്ത നിമിഷം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൻ്റെ തുടർച്ചയല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിൽ വരുന്നതിന് മുൻപൊരു ജന്മം ഉണ്ടായിരുന്നിരിക്കണം. അതിന് സംശയമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുനർജന്മം ഉണ്ട്. അത് പല മതങ്ങളും അത് അംഗീകരിക്കുന്നുമുണ്ട്, പുനർജന്മം എന്നുള്ളത്. കാരണം നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാലും അതുണ്ടാവാം. പുനർജന്മം നേരത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ അതിന് നമുക്ക് പരിഹാരം ചെയ്ത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ചില, നമ്മൾ പറയത്തില്ലേ, അനുഭവിക്കാൻ പാടില്ല ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. മനുഷ്യരെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പൂജാതി കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ലോജിക്കലായിട്ട് പറഞ്ഞാൽ സാധ്യമല്ല. നമ്മളത് അനുഭവിച്ചേ തീരൂ എന്നുള്ള, അനുഭവിക്കണം. കാര്യം അനുഭവിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നല്ലതായാലും കെട്ടതായാലും. നല്ലത്, ഇപ്പോൾ ഒരാൾ നല്ല ഇതിൽ വന്നിരിക്കുന്നു, നമ്മൾ പറയത്തില്ല, ഒരു ഗുരു അല്ലെങ്കിൽ ഒരു സ്വാമി അല്ലെങ്കിൽ ഈശ്വര ഭക്തനായിട്ട് വന്നിരിക്കുന്നു. അയാളെ മറ്റുള്ളവർ എത്ര ഗുണോത്തരം ചെയ്താലും അയാളെ മാറ്റാൻ ഒക്കില്ല. അയാൾ ആ സ്വാമിയുടെ ഇതിൽ പദത്തിന് അയാൾ പോകും. അത് മറ്റൊന്നും നടക്കത്തില്ല. ചുമ്മാ ആൾക്കാർ പറയും ഗുണോത്തരം ചെയ്ത് അതൊന്നും ഞാനതിൽ നിന്ന് വിശ്വസിക്കുന്നുമില്ല, നടക്കാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് കൂടോത്തരത്തിനെതിരെയുള്ള ഒന്നാണല്ലോ നമ്മൾ പൂജാതി കർമ്മങ്ങളെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ അനുഭവിക്കേണ്ടുന്നത്, അതായത് ഈ നിമിഷം ഞാൻ അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റോഡിൽ കൂടെ ട്രാഫിക്കിൽ പെട്ടു, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ഇരുന്നുകൊണ്ട് ഞാനിപ്പോൾ പലരോടും പറയാം, അവിടെ ഇരുന്ന് ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഓം നമ ശിവായ, അല്ലെ ഓം ബ്രഹ്മദേവായ നമഃ, ഓം വിഷ്ണുദേവായ നമഃ, ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ ആനന്ദമാക്കി ആ സമയം കഴിയണം. അവിടെ നിന്നിട്ട് കുറച്ചല്ലുണ്ട് ഓൺ അടിക്കും. ഇവരെത്ര ഓൺ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതെ. അപ്പം നമുക്ക് എന്താണെന്നറിയാവോ, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണ് പറയുന്നത്. ഈ മൊമെന്റിൽ, ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നിമിഷത്തിലോ വരാൻ പോകുന്ന നിമിഷത്തിലോ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. നമ്മൾ ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും സന്തോഷപ്രദമായി മാറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞ കാലത്തെ പഴിക്കുക, അല്ലെ വരാൻ പോകുന്ന കാലത്തെ പഴിക്കുക, ഇതൊന്നും വേണ്ട. ചിലപ്പോൾ ജാതകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചോളൂ വരാൻ പോകുന്നത്, ചിലപ്പോൾ അതായിരിക്കത്തില്ല. ആ ഒരു രീതിയിൽ അതൊരു തെറ്റായതാണെങ്കിൽ അങ്ങനെ വേണമെന്നില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് നല്ലതേ വരും. ഞാൻ മനസ്സിലായി. ഈ ഒരു രീതിയിൽ വേണം മനുഷ്യൻ പോകാൻ. അപ്പോൾ പുനർജന്മ സിദ്ധാന്തം അതുണ്ട്. എന്നാൽ അതിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കണം. എന്നാൽ നമ്മുടെ അടുത്ത നിമിഷത്തെ നമുക്ക് നമ്മുടെ ചുക്കിൽ ഒതുക്കാൻ പറ്റുമെന്ന് തന്നെ. ഈ നിമിഷം നമ്മൾ നല്ലത് ചെയ്താൽ
അടുത്ത നിമിഷം നമുക്ക് അതേ വരത്തുള്ളൂ. ഉം. ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു വിത്ത് ഒരു നിമിഷത്തിനുള്ളിലാണെന്ന് വെച്ചിട്ടു അതിൻ്റെ ഫലം തരുന്നത് വെച്ചോളൂ. വിത്ത് നമ്മൾ പാകി, അടുത്ത നിമിഷം അതിൻ്റെ ഫലം കിട്ടുകയാണ്. ആ വിത്ത് അത് മാങ്ങയായെന്ന് വെച്ചോളൂ, അല്ലെ തേങ്ങയാണെന്ന് വെച്ചോളൂ, അല്ലെ നെല്ലാണെന്ന് വെച്ചോളൂ. അത് നെല്ലിട്ടാൽ മാങ്ങ കൊയ്യാൻ പറ്റുമോ? ഇല്ല, നെല്ല് തന്നെ കൊയ്യാൻ പറ്റൂ. ഇതാണ് നമ്മൾ നന്മയും തിന്മയും കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ പുനർജന്മം വീണ്ടും ജന്മമുണ്ടോ എന്നുകൂടെ ചോദിച്ചു. അതായത് നമ്മൾ ഇതെല്ലാം ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോകും. അത് ദൈവമാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം ഒക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് ഞാനീ പറയുന്നതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതെ, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആത്മാക്കളാണ് നമ്മൾ. അത് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടാവും. അത് അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ അത്ര പരിഭാവനമായിരിക്കണം. കള്ളവുമില്ല, ചതിവുമില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു മനസ്സും ഒരു ജീവിതവും ആയിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. അതുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അങ്ങോട്ട് എടുക്കത്തില്ല. ഞാൻ പറയില്ലേ, പാപിയായിട്ട് നമ്മളെ മാറ്റി നിർത്തത്തേ ഉള്ളൂ. അടുത്ത ജന്മം ഇത് അനുഭവിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ് അതിന് പ്രാപ്തരായെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഞാൻ ജലഗണികയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കടലിൽ നിന്നുള്ള ഒരു ജലഗണിക വെളിയിൽ വന്നാൽ അതിൻ്റെ ആഗ്രഹം തിരിച്ച് കടലിൽ തന്നെ പോവുക, ആ മഹാസമുദ്രത്തിൽ ചേരുക. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇൻഡിവിജ്വാലിറ്റി ഇല്ല, പിന്നെ താൻ ആരാന്ന് പോലും അറിയത്തില്ല. അതുപോലെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ആത്മാവ് തിരിച്ച് നമ്മൾ ബ്രഹ്മത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ, ദൈവത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അള്ളാഹുവിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അപ്പം ഇതെല്ലാം ദൈവമെല്ലാം ഒന്നാണെന്ന് കാണിക്കാനാണ് ഞാൻ പല രൂപങ്ങളും ഭാവങ്ങളും പറയുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ, ഒരേ ദൈവമേ ഉള്ളൂ, പേര് എന്ത് വേണേ വിളിച്ചോളൂ. ഓക്കെ, ഇതാണ് എനിക്ക് പുനർജന്മത്തെ പറയാനുള്ളത്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അതില് ഞാൻ ചോദിച്ച സംശയം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പൂജകളും ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഗുരുക്കന്മാര് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അത് ശരിക്കും അത് നമ്മൾ അതിനെ വിശ്വസിക്കണോ, അതോ വെറും തട്ടിപ്പാണോ എന്നുള്ള? അല്ല, ഞാനൊരു തട്ടിപ്പായിട്ടൊന്നും അതിനെ കാണുന്നില്ല. അത് അവരുടെ ഒരു വിശ്വാസമായിരിക്കാം, അത് ഈ ഗുരുക്കന്മാരുടെ ഒരു വിശ്വാസമായിരിക്കാം. ഇങ്ങനെ ചെയ്താൽ അത് മാറുമെന്നുള്ളത് ഞാൻ അതിനെ ഒരു തട്ടിപ്പായിട്ടൊന്നും കാണുന്നില്ല അതിനെ. മനസ്സിലായി? ഞാൻ പറയും, നമ്മൾ അത് ഫോളോ ചെയ്യുന്നവരാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങക്ക് അങ്ങനെ ഒരു മനസ്സിൽ വരികയാണ്, ഇന്ന ഇത് ചെയ്തു അത് കിട്ടുമെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അവനവന്റെ ഹാർട്ടിനെ, അവനവന്റെ ഹൃദയത്തെ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ ചിന്തിക്കണം. ഞാൻ പറയുന്നത് എല്ലാവരും ചിന്തിക്കണം. ഇന്നവരങ്ങനെ ചെയ്തു, അല്ലെ ഈ ലോകം മൊത്തം അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞു പോകരുത്. അവനവന് എന്ത് നല്ലതെന്ന് തോന്നുന്നോ അത് ചെയ്യുക, അത് മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ മനസ്സിന് തോന്നുന്ന കാര്യം, നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിനോടൊപ്പം അടുത്ത ജന്മത്തിനെ പറ്റി ആലോചിച്ച് ഇപ്പൊ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? നമുക്ക് പുണ്യവും പാപവും ഒന്നും നേടിത്തരാൻ മറ്റാരെ കൊണ്ടും പറ്റില്ല. നമ്മൾ തന്നെയാണ് അതിനെല്ലാം കാരണക്കാർ. അതായത് എനിക്ക് പുണ്യം വേണമെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് പാപമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ കെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് എൻ്റെ പൂർവികരോ എൻ്റെ മക്കളോ ഒന്നും ചെയ്തുകൊണ്ട് എനിക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞു, അത് എനിക്ക് നല്ല വിശ്വാസമുള്ള ആളാണ്, എനിക്കതിന് മാറ്റവുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ അത് മാറ്റാൻ ഒക്കത്തില്ല. അതാണ് എൻ്റെ സത്യം. ഇത് എത്ര പേര് വന്നിട്ട് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഇതിനപ്പുറം അല്ല എന്ന് പറയാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. മനസ്സിലായി? പിന്നെ ചിലർ ഇതിൽ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, പേശം. ഞാൻ പറയും, ഇതൊന്നും ഒരു നല്ല ഒരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് അവരെടുത്ത് ഇതൊന്നും വരത്തില്ല, ഇതൊന്നും യേശത്തില്ല. ഇതെല്ലാം മനസ്സിൻ്റെ ഒരു വിഭ്രതിയാണ്. മനസ്സിലായി? ആ ഒരാൾ ഇത് കാണിച്ച ഉടനെ ഇതിലായിട്ടിട്ട് എന്തെങ്കിലും ഹോമം നടത്തി ഉടനെ നടക്കത്തില്ല. അതൊക്കെ ഞാൻ ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കണമോ, നല്ലതും കെട്ടതും അനുഭവിക്കണമോ, അതെൻ്റെ കഴിഞ്ഞ ജന്മം തീരുമാനിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചേ പറ്റൂ. ഞാൻ പറയാം, അടുത്ത ജന്മത്തിൽ നമ്മുടെ അടുത്ത നിമിഷത്തിലേക്കുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലാണ്. നല്ലത് കിട്ടണമെങ്കിൽ നല്ലത് ചെയ്ത് പോവാ. അടുത്ത ജന്മം നല്ല ജന്മം വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ ജന്മം ഇതൊന്നും ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയും, എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമി തന്നെയാണ് സ്വർഗം. ഇവിടെ ജീവിക്കുക, ഇത് മനുഷ്യനായി ഇവിടെ പിറക്കാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ്.
ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ അതിനെ ആരാധിച്ചുകൊണ്ട് വണങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. മനുഷ്യന് കള്ളവും പറയണ്ട, ചതിക്കുകയും വേണ്ട, വഞ്ചിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ആകെ വേണ്ടുന്നത് 3 നേരത്തെ ആഹാരമല്ല, 2 നേരത്തെ, 1 നേരത്തെ മതി. എന്നെയൊക്കെ സംബന്ധിച്ച് 1 നേരത്തെ ആഹാരം കിട്ടിയാൽ വലിയ സന്തോഷമാണ്. അതെ, അതിവിടെ എല്ലാവർക്കും കഴിക്കാനുണ്ട്. ബില്യൺസ്, ഇപ്പൊ എത്ര, 7.5 ബില്യനാ, 70 ബില്യൺ വന്നാലും ഇവിടെ ഉണ്ട് ഭൂമിയിൽ. ഇവിടെ അതിനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ വെറുതെ കിടന്ന് ഓടുകയാണ് എല്ലാവരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനവൻ്റെ ഹൃദയത്തെ ഫോളോ ചെയ്യുക. നന്മ ചിന്ത വരണം, നല്ല ചിന്തകൾ വരണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. എന്തും ചെയ്യാം. ഞാൻ പറയുകയാണ്, ഈ ലോകത്ത് നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് നമ്മുടെ മനസ്സ് പറയുന്നത് എന്ത് ചെയ്യാം. പക്ഷെങ്കിൽ അതുകൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാവാൻ പാടില്ല. വേറെ എന്ത് ചെയ്തു? വാട്ട്സ് എ പ്രോബ്ലം? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വളരെ സന്തോഷം.